ഹലോ നമസ്കാരം. ഇംഗ്ലീഷിലെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു 52 സെറ്റ് സീരീസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സെറ്റാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എസ്ട്രിക്കേറ്റിൻ്റെ സിനോണിം ചോദിച്ചിട്ടുണ്ട്. എസ്ട്രിക്കേറ്റിൻ്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീ എന്നാണ് അർത്ഥം. ഫ്രീ. എസ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ഫ്രീ. ഓക്കെ, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, ഹീ ഈസ് മാരീഡ് ഡാഷ് ടു മൈ സിസ്റ്റർ. ഷീ ഈസ് മാരീഡ് ഡാഷ് ടു മൈ സിസ്റ്റർ എന്നേ വരും. ഷീ അല്ല, ഹീ ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ. മാരീഡ് ടു മൈ സിസ്റ്റർ ഇതാണെന്ന് ചോദിച്ചത്. കേട്ടോ. അടുത്ത, ഹാർഡ്ലി ഡാഷ് സീ ദ പിക്ചർ. ഹാർഡ്ലി ഐ കുഡ് ആണ് വരുന്നത്. ഹാർഡ്ലി വന്നാൽ ഐ കുഡ് സീ ദ പിക്ചർ ആണ് വരുന്നത്. ഐ കുഡ് സീ ദ പിക്ചർ. യു വിൽ നോട്ട് പാസ്. അൺലെസ്സിൻ്റെ പ്രയോഗമാണ്. അൺലെസ് വന്നു കഴിഞ്ഞാൽ ഓക്സിലറി വെർബൊന്നും ഉപയോഗിക്കത്തില്ല. ഡു, ഈസ്, വാസ് അതൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ വെയർ അതൊന്നും ഉപയോഗിക്കത്തില്ല. യു വിൽ നോട്ട് പാസ് അൺലെസ് യു വർക്ക് ഹാർഡ്. യു വർക്ക് ഹാർഡ് ഇതാണ് ഉത്തരം വരുന്നത്. യു വർക്ക് ഹാർഡ്. ഇത് ചുമ്മാ കാണാതെ പഠിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന വഴിയാണ്. ഇനി അവസാനത്തെ കുറച്ച് നാളുകളേ ഉള്ളൂ. ABCD ഇംഗ്ലീഷിൽ അറിയാത്തവർക്ക്, ഞാൻ ABCD എനിക്ക് അറിയാതെ അറിഞ്ഞാത്ത ആൾക്കാരാണ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിന് ABCD എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഉടായ്പ വെച്ച് മാത്രം മാർക്ക് സ്കോർ ചെയ്യുന്ന ടെക്നിക്കാണിത്. അവസാനത്തെ ഒരു മാസം മാത്രമാണ് ഞാൻ ഇംഗ്ലീഷിലിരുന്ന് പഠിച്ചത് CPക്ക് വേണ്ടി. കാരണം ദൈവഭാഗ്യം കൊണ്ടാണ് 10 മാർക്ക് ആക്കിയത്. പ്രിലിംസിന് 20 മാർക്കായിരുന്നു. 20 മാർക്ക് ഇംഗ്ലീഷ് വരികയാണെങ്കിൽ എനിക്കൊരു 10 മാർക്ക് പോലും കിട്ടത്തില്ല. പക്ഷേ ഈ 10 മാർക്ക് ആക്കിയപ്പോൾ ഏകദേശം 5 മാർക്ക് എനിക്ക് കിട്ടും. ഇപ്പോൾ ലാഭം അതാണ്. ഓക്കെ. അഫബിളിൻ്റെ അതിന് വേറെ ഒന്നും അമിക്കബിൾ എന്ന് കൂടെ പറയാം. അമിക്കബിൾ ഫ്രണ്ട്ലി ആണ്. അഫൈബിൾ ഫ്രണ്ട്ലി, അമിക്കബിൾ ഫ്രണ്ട്ലി. പിന്നെ അടുത്തത്, ഓൺ ഹു നെയ്തർ ഇന്റലിജന്റ് നോർ ഡൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ വ്യക്തി. ഭയങ്കര ഇന്റലിജന്റും അല്ല എന്നാൽ മോശപ്പെട്ടതും അല്ല. സാധാരണക്കാരായ വ്യക്തിയുടെ ഒൺവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെഡിക്യൂർ. ഇന്റലിജന്റ് ആയിട്ടുള്ളത് ജീനിയസ്, സാധാരണക്കാരായിട്ടുള്ളത് മെഡിക്യൂർ. മീഡിയോക്യർ എന്നാണ് കറക്റ്റ് കിടക്കുന്നത്. MED മെഡിയോക്രെ. ഓക്കെ. അപ്പം എക്സ്ട്രിക്കേറ്റ് മറന്നുപോലെ ഫ്രീ എന്നാണ് അർത്ഥം. പിന്നെ അഫേബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്. ഹീ ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ എന്ന് വരും. ഹാർഡ്ലി ഐ കുഡ് സീ ദ പിക്ചർ. യു വിൽ നോട്ട് പാസ് അൺലെസ് വന്നാൽ യു വർക്ക് ഹാർഡ്. അഫേബിൾ അറിയാം. ഓൺ ഹു നെയ്തർ ഇന്റലിജന്റ് നോർ ഡൾ വന്നു കഴിഞ്ഞാൽ മെഡിക്യൂർ ആണ്. പിന്നെ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തതാണ്. അഴുക്ക. പെൻ ഈസ് ഡാഷ് മൈറ്റർ ദാൻ ദ സ്വേർഡ്. സ്വേർഡാണ് അവിടെ ചോദിച്ചത്. പഴഞ്ചൊല്ലാണ്. കത്തിയേക്കാൾ മൂർച്ചയുള്ളത് എന്താണ്, എഴുത്ത് ലിപിക്കാണ്. അതായത് പേനയ്ക്കാണ് എന്ന് പറയുന്നതാണ് അതിലുള്ള ഒരു കാര്യം. അടുത്ത കുറച്ച് PYQs ആണ്. ദ ഡോക്ടർ ഗേവ് ഹിം ഇഞ്ചക്ഷൻ ടു ഡാഷ് ദ ടെമ്പറേച്ചർ. ഡോക്ടർ അവന് ഇഞ്ചക്ഷൻ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കുറയ്ക്കുക എന്ന അർത്ഥത്തിൽ ബ്രിങ് ഡൗൺ ആണ് കേട്ടോ. ബ്രിങ് ഡൗൺ ആണ് ടു റെഡ്യൂസ് എന്ന അർത്ഥം വരുന്നത്. അപ്പോൾ ദ ഡോക്ടർ ഗേവ് ഹിം ഇഞ്ചക്ഷൻ ടു റെഡ്യൂസ്, അതായത് ടു റെഡ്യൂസ് അതിന് പകരമാണ് ഫ്രേസൽ വെർബായ ബ്രിങ് ഡൗൺ യൂസ് ചെയ്യുന്നത്. ബ്രിങ് ഡൗൺ ദ ടെമ്പറേച്ചർ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഡൗൺ ദ ഫയർ, അണയ്ക്കുക എന്നൊക്കെയാണ്. അല്ല, അണയ്ക്കുകയല്ല, പുട്ട് ഡൗൺ. സോറി, എനിക്കും ഇത് ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന കേസാണ്. പുട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ സപ്രസ് ആണെന്ന് തോന്നുന്നു. സപ്രസ്, അടിച്ചമർത്തുക. സപ്രസ്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ആണ്, അടിച്ചമർത്തുക. അടുത്ത, ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻഡ് ആണ്. ഡിസെൻഡ്, അതായത് ശബരിമല നമ്മൾ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് ഗെറ്റ് ഡൗൺ ശബരിമല. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഡൗൺ എന്ന് പറയൂലേ, ഇറങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. ഡൗൺ കിടന്നു എന്നല്ല, ഇറങ്ങി എന്നാണ്. ഗെറ്റ് ഡൗൺ ഇറങ്ങി. ഗെറ്റ് ഇൻ കയറുന്നല്ലേ പറയുന്നത്. ഗെറ്റ് ഡൗൺ ഇറങ്ങ്. ലിഫ്റ്റ് വെച്ചപ്പോൾ ഗെറ്റ് ഇൻ കയറെന്ന് പറയും. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങി. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക എന്നാണ്. അടിച്ചമർത്തുക എന്നല്ല, ഇടിച്ചു പൊളിക്കുക, നാശമാക്കുക. ഡിമോളിഷ്. പുൾ ഡൗൺ ദ ബിൽഡിംഗ്. ഡിമോളിഷ് ചെയ്യുക, നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ഇത് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം സീസർ തുടങ്ങും. സീസർ സ്റ്റാബ്ഡ് V2 ഫോമാണ്. അപ്പോൾ സീസർ വാസ് കൊടുക്കണം. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്.
ഡിമോളിഷിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇറക്റ്റ്, കെട്ടിപ്പൊക്കുക. ഡിമോളിഷ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കുക. ഇനി ഇതിന്റെ സിനോണിം ഉണ്ട് ഡിമോളിഷിന്റെ. ഡിവാസ്റ്റേറ്റ്. ഡിവാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുകയാണ്, ഡിമോളിഷിന്റെ സിനോണിമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് റൈസ്. റൈസ് നശിപ്പിക്കുകയാണ്, റൂയിൻ നശിപ്പിക്കുകയാണ്. കേട്ടോ, റൂയിൻ, റൈസ്, ഡിവാസ്റ്റേറ്റ്, ഡിമോളിഷ് ഇതെല്ലാം ഇറക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് മൂന്നെണ്ണം ഇതിന്റെ സിനോണിമാണ്. ഐ ആം ആൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് ഫ്രണ്ട്സ്. ഐ ആം ആൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഹാവിങ് ആണ് വരുന്നത്. ഹാവിങ് ആണ് ഇവിടെ വരുന്നത്, ഹാവിങ്. കേട്ടോ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതാണ്. ബാക്കി കുറച്ച് നോക്കാം. നളിനി, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, ഇനിയും ചോദിക്കാം. നളിനി ഡാഷ് ഹെയർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. സത്യസന്ധനായിട്ടാണ് നളിനി അവളുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. വളർത്തിയെടുക്കുക എന്നർത്ഥം വരുന്നത് ബ്രോട്ടപ്പാണ്, ബ്രോട്ടപ്പ്. അപ്പോൾ ബ്രോട്ടപ്പാണ് ആൻസർ വരുന്നത്. ഇനി ബ്രോട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ സംഭവിപ്പിക്കുക. എബൌട്ട്, ബ്രോട്ട് എബൌട്ട്, സംഭവിപ്പിക്കുക. ബ്രോട്ട് ബ്രിങ് ഔട്ട്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്രിങ് ഔട്ട്, വെളിപ്പെടുത്തുക. ബ്രിങ് ഔട്ട്, വെളിപ്പെടുത്തുക. ബ്രിങ് ഡൗൺ നമുക്കറിയാലോ, കുറയ്ക്കുക. ബ്രിങ് ഡൗൺ ദ ടെമ്പറേച്ചർ, നേരത്തെ പഠിച്ചതാണ്, കുറയ്ക്കുക. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദി പോസ്റ്റ്. വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ സിംഗുലറേ വരത്തുള്ളൂ. വൺ ഓഫ് ദ പീപ്പിൾസ് ഈസ് സെലക്റ്റഡേ വരൂ, ആർ സെലക്റ്റഡ് വരൂല. വൺ ഓഫ് ദ വന്നാൽ സിംഗുലറേ വരൂ, ഈസേ വരുള്ളൂ. പഠിച്ചു വെച്ചോണം. ദ പോസ്റ്റ്മാൻ ഡാഷ് ലിവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ്. അവിടെ പോസ്റ്റ്മാനെ കുറിച്ചാണ് പറയുന്നത്. പോസ്റ്റ്മാൻ ആ വില്ലേജിലുണ്ട്, അയാൾ ഭയങ്കര വയസ്സനാണ്. പോസ്റ്റ്മാൻ വരുമ്പോഴത്തേക്ക് അയാളെ കുറിച്ച്, അതുകൊണ്ട് ഹൂ, വൺ ഹൂ, ഒരാളുണ്ട്, അയാൾ ഹൂ എന്നേ പറയുള്ളൂ. ദ പോസ്റ്റ്മാൻ ഹൂ എ വരുള്ളൂ. എവിടെ എന്നർത്ഥത്തിൽ വരികയാണെങ്കിൽ വെയർ, WHERE വരുന്നതിന്. ഹീ ഈസ് വെരി ഗുഡ്. ഗുഡ് വന്നാൽ അറ്റേ വരുള്ളൂ. ഗുഡ് ഇന്ന്, ഗുഡ് ഓഫ് എന്നും പറയൂല. ഹീ ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, ഗുഡ് അറ്റ്. വൈവാ വോസ്. വൈവാ വോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലി, വാചക പരീക്ഷ എന്നാണ് അർത്ഥം. വൈവാ വോസ് ഓറലി, ഓറലി വാചകപരമായിട്ട്, വാചക പരീക്ഷ അല്ലേ. ട്രൂവൻറ്റ്, ട്രൂവൻറ്റ് ഓൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദ സ്റ്റുഡൻറ്റ് ഹൂ സ്റ്റേസ് എവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് ടെല്ലിങ് ഹിസ് പാരൻസ്. വീട്ടുകാരുടെ പറയാതെ സ്കൂളിൽ പോകാതെ മടി പിടിച്ചിരിക്കുന്ന കുട്ടിയെ പറയുന്ന പേരാണ് ട്രൂവൻറ്റ്. TRUANT എഴുതി വെച്ചോണം, ചോദിച്ചിട്ടുള്ളതാണ്. എനോർമസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ടൈഡി. ടൈനി, ടൈനി. എനോർമസ്, ടൈനി ഓപ്പോസിറ്റ് ആണ്. അവസാന വേർഡ്സിലോട്ട് പോകാം. യു ഹാഡ് ബെറ്റർ സ്ഥിരം ചോദിക്കുന്നതാണ്. യു ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ ബേസ് ഫോമേ യൂസ് ചെയ്യൂ. TO, SO, EDO ഒന്നും വരില്ല. റീച്ച്, യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. നിങ്ങൾക്ക് നല്ലത് കറക്റ്റ് സമയത്ത് എത്തുന്നതാണ്. എത്തുക എന്ന് പറയുമ്പോൾ അവിടെ റീച്ചസോ, റീച്ചോ, റീച്ചിഡോ ഒന്നും വരില്ല. റീച്ചേ വരുള്ളൂ. റീച്ച് ബേസ് ഫോമേ വരുള്ളൂ. V1 വരുള്ളൂ. V1 എന്താണെന്ന് അറിഞ്ഞാത്ത ഒരാൾ പറയുക. വാക്കിട്, ഇത് V1, ഇത് V2, ഇത് V3. ഗോ, വെന്റ്, ഗോൺ. ഇത് V1, ഇത് V2, ഇത് V3. ഇവിടെ എല്ലാം ഈ 1 ഫോമേ വരുള്ളൂ. യു ഹാഡ് ബെറ്റർ വന്നാൽ റീച്ചേ വരൂ. കേട്ടോ. ഇനി പ്രിൻസ്, പ്രിൻസസ്. ഡ്യൂക്ക് വന്ന ഡച്ചസ് ആണ്, ഡച്ചസ്. കിങ്, ക്യൂൻ. ആൺലിംഗവും സ്ത്രീലിംഗവുമാണ് പറയുന്നത്. സൺ ഇൻ ലാ, അതിൻ്റെ പ്ലൂറൽ ഫോം. ഇപ്പം ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു മാൻ ഓഫ് വാർ. ഇതിൻ്റെ പ്ലൂറൽ ഫോം മെൻ ഓഫ് വാർ ആണ്. അവിടെ തെറ്റിക്കാൻ വേണ്ടി വാൻ ഓഫ് വാർസ് എന്നൊക്കെ തരും. മെൻ ഓഫ് വാർ ആണ്. അതേപോലെ സൺ ഇൻ ലാ, അതിൻ്റെ പ്ലൂറൽ സൺസ് ഇൻ ലായാണ്. സൺസ് ഇൻ ലാ. ന്യൂമോണിയ എന്നെങ്ങനെ എഴുതും? PNEUMONIA. PYQ ആണ്. ഇങ്ങനെ കുറേ ഒരു 10ഓളം വീഡിയോസ് ഞാൻ ചെയ്യും. അത് നിങ്ങളൊന്ന് നോക്കി പഠിക്കുക എക്സാം വരെ. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ കിട്ടും. ഒരു 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഈ ഒരു ഐഡിയ വെച്ച്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്കൂളുകൾ വന്ന ദാനേ വരുള്ളൂ. ലെറ്റ്മി വന്ന വില്യുവേ വരുള്ളൂ. വില്യു. ലെറ്റസ് വന്ന ഷാൽബിയെ വരുള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന സാധനമാണ്. ബെറ്റർ വന്നാൽ ദാനേ വരുള്ളൂ. ബെറ്റർ ER അവസാനിക്കുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ദാനേ വരുള്ളൂ. ദാൻ. സുപ്പീരിയർ, ഇൻഫീരിയർ, സീനിയർ, ജൂനിയർ അതൊക്കെ വന്നു കഴിഞ്ഞാൽ 2A വരും. ഗുഡ് വന്നാൽ അറ്റേ വരുള്ളൂ. ഇപ്പം പഠിച്ചത്. ഇങ്ങനെയുള്ള കുറേ ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ ഒരു 4-5 മാർക്ക് 10 വാങ്ങാൻ പറ്റും. അത്ര മതി.